ജോണി സിൻസ് എന്ന് പറഞ്ഞൊരു റെഫറൻസ്, ആ ഒരു ഐഡിയ അത് ആരുടെയായിരുന്നു? അത് വിപിൻ ദാസിൻ്റെ ഐഡിയ തന്നെയാണ്. അതെ, കാര്യം ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ എന്തോ ഒരു വർക്ക് നമ്മുടെ ഞാൻ ഇറങ്ങിയ ശേഷം ഫുൾ ടൈം വിപിൻ്റെ കൂടെ WBTSൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്ത സിനിമയായിരുന്നു വ്യസന സമേത ബന്ധുമിത്രാദികൾ. അതിൻ്റെ എനിക്കൊന്ന് റിലീസിന് ശേഷം എന്തോ മറ്റു പോസ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ സ്റ്റാച്യൂവിൽ നടന്നു പോകുമ്പോഴാണ് വിപിൻ പറയുന്നത്, നിങ്ങൾക്ക് ജോണി സിൻസിന് ലുക്ക് ഉണ്ടല്ലോ, നമുക്കൊരു പരിപാടിയുണ്ട്. നമ്മൾ അപ്പോഴേക്കും വാഴ സെക്കൻഡ് സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പാരലി, പുള്ളിയുടെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞാൽ പെട്ടെന്ന് നീ ചുമ്മാ ഇരിക്കുക, വെറുതെ അങ്ങനത്തെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, അങ്ങനെ ഒരു സാധനം ചെയ്യാം, നിന്നെ വെച്ചൊരു പരിപാടി ചെയ്യാം, ഒരു ഫൺ പരിപാടി അതിനകത്ത് കൊണ്ട് അവർ ആക്ച്വലി UK പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയുള്ള ആളെ കണ്ടുപിട്ടിട്ട് ഈ പുള്ളിയുടെ ഒരു റെഫറൻസിനകത്ത് ഇങ്ങനെ പുള്ളി പല വേഷത്തിൽ വരുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് വച്ചിട്ട് ഇതിനകത്തൊരു ഫൺ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊരു പക്കാ കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാധനം എന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ആദ്യം വിചാരിച്ചു അത് വെറുതെ പറയുന്നതാണ്, വിപിൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ. അപ്പോൾ വന്നു പറയാൻ ചാൻസ് ഇല്ല, നമുക്കും ഇതുപോലെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്കും തോന്നി എവിടെയോ കണ്ടു. അപ്പോൾ അത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് തോന്നിയതായ കാരണം ഞാൻ കരുതി ചിലപ്പോൾ ഫൈനലി അതിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പം ആ പ്ലാൻ മാറുമായിരിക്കും എന്ന് ചോദിച്ചു. പക്ഷേ അത് മാറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ച് കൺട്രോളർ വിളിക്കുമ്പോഴാണ് ഞാൻ കൺഫേം ചെയ്യുന്നത്, അപ്പം പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും, വെറുതെ പറഞ്ഞതല്ല, അത് അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഞാൻ ഒരുപാട് തവണ വിപിനോട് ചോദിച്ചു, അങ്ങനെ ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവോ? ഞാനിപ്പോൾ അങ്ങനെ ഇപ്പം ഡിറ്റോ അല്ല, ഒരു ലുക്കിലേക്ക് ആണെന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ കണക്ട് ആവും. ഈ മുടിയില്ലാത്ത എന്താ പറയാ, അത് ഒരു ഉപയോഗമായിട്ട് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറിയതാ. ഞാൻ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, ആൾക്കാർ നമ്മൾ ഈ മുടിയൊക്കെ വളർത്തി സെറ്റ് ചെയ്ത്. മുടി വളർത്താത്തതാണോ അതോ? ഞാൻ മുടി വളർത്താത്തതാണ്. അതായത് മുടി കുറവാണ്, അത് കുറച്ച് ബൾഡായി തുടങ്ങിയപ്പോഴേക്കും ഞാനത് അപ്പത്തൊട്ട് ഞാനത് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ പിടിച്ച് ഈ ലുക്കിലേക്ക് മാറ്റി. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കണക്ട് ആവോ, വർക്കാവോ, ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് വർക്കായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം.